अस्सलामु अलैकुम रहमतुल्लाह। أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين हम आजकल നാം ഇന്ന് ഇസ്ലാമിക മാസം റബീഉൽ അവ്വലിലൂടെ കടന്നുപോവുകയാണ്. ഇസ്ലാമിക ലോകത്ത്, പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാനിൽ ഈ മാസത്തിനുള്ള പ്രാധാന്യത്തിന് കാരണം പ്രാധാന്യം എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും ഉണ്ട്. എന്നാൽ ഇവിടെ പ്രത്യേകമായ നിലയിൽ ഇത് ആഘോഷിക്കുന്നു. ഈ മാസത്തിന്റെ 12-ാം തീയതി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുകയുണ്ടായി. ഒരു ഗവേഷണം ഇപ്രകാരം പറയുന്നു: ഹസ്രത്ത് സാഹിബ്സാദ മിർസ ബഷീർ അഹമ്മദ് സാഹിബ് റളിയല്ലാഹു തആല അൻഹു സീറത്തു ഖാതമുൻ നബിയീനിൽ ഇതും എഴുതിയിട്ടുണ്ട്. ഒരു ഈജിപ്ഷ്യൻ ഗവേഷകന്റെ ഗവേഷണമനുസരിച്ച് ജനനം റബീഉൽ അവ്വൽ 9-നാണ്. ഏതായിരുന്നാലും റബീഉൽ അവ്വൽ മാസം നമ്മുടെ യജമാനരും നേതാവുമായ ഹസ്രത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസം ആണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിങ്ങളുടെ അവസ്ഥ ഓർക്കുമ്പോൾ അവർ മുഹ്സിന ഇൻസാനിയത്തും റഹ്മത്തുല്ലിൽ ആലമീനും ജനിച്ചതിന്റെ സന്തോഷത്തിലാണ് ഈ ദിവസം ആഘോഷിക്കുന്നത്. എന്നാൽ പരസ്പരം മുസ്ലിങ്ങൾ ഉലൂബുഹും ഷത്ത, അവരുടെ ഹൃദയങ്ങൾ ഭിന്നിച്ചിരിക്കുകയാണ് എന്നതിന്റെ സാക്ഷ്യങ്ങളായി മാറിയിരിക്കുകയാണ്. അല്ലാഹു മുസ്ലിങ്ങളുടെ പരസ്പരമുള്ള ബന്ധത്തിൽ ഈ ഒരു പ്രത്യേകതയാണ് വിവരിക്കുന്നത്. റൂഹമാഹു ബൈനഹും, അവർ പരസ്പരം വളരെയധികം കരുണ ചൊരിയുന്നവരാണ്. എന്നാൽ ഈ കാരുണ്യം ഒരു വിദൂരപ്പെട്ട കാര്യമാണ്. പരസ്പരം ഭൂരിഭാഗവും രക്തദാഹികളാണ്. ദിവസവും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. നൂറുകണക്കിന് മുസ്ലിങ്ങളുടെ കൈകളാൽ തന്നെ വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ കാര്യമാകട്ടെ അള്ളാഹുവിനും അവന്റെ റസൂലിനും വളരെയധികം അനിഷ്ടകരമായ കാര്യമാണ്. ഈ കാര്യം, ഈ അക്രമം ചെയ്യുന്നുവെങ്കിൽ തങ്ങളുടേതായ നിലയിൽ ചെയ്തുകൊള്ളട്ടെ. എന്നാൽ ഇത് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും പേരിലാണ് നടക്കുന്നത്. മുസ്ലിങ്ങളെ വധിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും പേരിൽ കൊന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അവൻ റബ്ബുൽ ആലമീനാണ്, അവൻ റഹ്മാനാണ്, റഹീമുമാണ്. ആ നബി റഹ്മത്തുല്ലിൽ ആലമീൻ ആണ്. അവരുടെ പേരിൽ
അക്രമത്തിന്റെയും മൃഗീയതയുടെയും മാതൃകകൾ സ്ഥാപിച്ചുകൊണ്ട് നിഷ്കളങ്കരെയും സ്ത്രീകളെയും കുട്ടികളെയും പാവങ്ങളെയും വീട്ടിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു. നഗ്നതയിലും പട്ടിണിയിലും അകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, बरबरीत की मिसालें कायम करके കൊന്നുകൊണ്ടിരിക്കുന്നു. അഥവാ बच्चों അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും പേരിൽ ഇതെല്ലാം തന്നെ അങ്ങേയറ്റത്തെ അഹങ്കാരത്തോടും ലജ്ജയില്ലായ്മയോടും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു പറയുന്നു, ഒരു മുസ്ലിമിനെ കൽപ്പിച്ചുകൂട്ടി और उसके रसूल के नाम पर കൊല ചെയ്യുന്നത് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഏതെങ്കിലും ഒരു നിഷ്കളങ്കരായ വ്യക്തിയെ വധിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. എന്നാൽ ഈ മതത്തിന്റെ കരാറുകാർ, സ്വാർത്ഥരായ നേതാക്കന്മാർ, സാധാരണക്കാരായ അറിവില്ലാത്ത മുസ്ലിങ്ങളെ സ്വർഗത്തിന്റെ ദുരാഗ്രഹം നൽകി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിനെ ഇവർ ഇത്രയധികം ദുഷ്പേരിന് ഇരയാക്കിയിരിക്കുന്നു. सादा ഇന്ന് कामिल मुस्लिम അമുസ്ലിം ലോകത്തിൽ जन्नत का ഇസ്ലാമിന്റെ പേര് കേൾക്കുമ്പോൾ इस किस्म के അമുസ്ലിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആദ്യത്തെ ചിന്ത അക്രമവും മൃഗീയതയും ആണ്. इस्लाम को എന്നാൽ ഒരു കാര്യം ഉണ്ട്, इस कदर इन लोगों ने ആ കാര്യത്തിനായി ഈ നാമധാരികളായ മുസ്ലിങ്ങൾ ലീഡർമാർ ഒരുമിച്ചുകൊണ്ട് के नाम से पहला तस्वुर जो गैर मुस्लिमों के जहन में उभरता है ഉലമാ ഒരുമിച്ചുകൊണ്ട് जुल्मों पर പരസ്പരം സഹകരിക്കുന്ന കാര്യങ്ങളും ഉപദേശങ്ങളും നടത്തുന്നു. ആ കാര്യമാകട്ടെ एक बात है അതിനെതിരിൽ അള്ളാഹും അവന്റെ റസൂലും കൽപ്പന നൽകിയിട്ടുണ്ട്. कि नाम नेहाद मुस्लिम അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, या उलमा മുസ്ലിങ്ങളുടെ അവസ്ഥ ഈ വിധത്തിലായി മാറുമ്പോൾ, बातें और तलकीन മുസ്ലിങ്ങളുടെ ഹൃദയം പരസ്പരം ഭിന്നിക്കുമ്പോൾ, वो है കുലൂബുഹും ഷത്ത എന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ, और उसके रसूल മുസ്ലിങ്ങൾ പരസ്പരം കഴുത്തറുക്കുമ്പോൾ, മുസ്ലിങ്ങൾ നാമധാരികളായ പണ്ഡിതന്മാരുടെ പക്കൽ कि जब मुसलमान അവരുടെ കയ്യിൽ ऐसी ഹിദായത്തുണ്ട് എന്ന് ചിന്തിച്ച് ഹിദായത്തിനു വേണ്ടി അവരെ സമീപിക്കുമ്പോൾ, आपस में फट जाएंगे, അവരും शत्ता की हालत होगी, ആ പണ്ഡിതന്മാരും मुसलमान एक दूसरे के അവരുടെ അവസ്ഥയും ഇപ്രകാരമായിരിക്കും. അവരും ഇതേ പ്രവർത്തനങ്ങളിൽ അകപ്പെട്ടിരിക്കും. नाम नेहाद അത് അള്ളാഹുവിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. എന്നല്ല, ये समझ कर അവരുടെ അവസ്ഥ സാധാരണ ആളുകളെക്കാൾ പരിതാപകരം ആയിരിക്കും. वो भी उन्हें റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, ഉലമാഉഹും ശർറു മൻ തഹത അദീമിസ്സമാ. जो അതായത് പണ്ഡിതന്മാർ ആകാശത്തിന് കീഴിലുള്ള സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ട ജീവികളായിരിക്കും. लोगों से भी बदतर हालत होगी उनकी എന്തുകൊണ്ട്? പറയുന്നു, हजरत അവർ ഫിത്ന ഉണ്ടാക്കുന്നവരായിരിക്കും. के उलमा हूं അവരിൽ നിന്ന് ഫിത്ന പുറപ്പെടും. ഇതാണ് നാം ഇന്ന് ഉലമാക്കളുടെ ഭൂരിഭാഗം ആളുകളിലും मखलूक में से കണ്ടുകൊണ്ടിരിക്കുന്നത്. बदतरीन मखलूक होंगे അവർ തീ അണക്കുന്നതിനു പകരം ഇവർ തീ കൊളുത്തുന്നവരാണ്. कि റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസ്ഥയുടെ ചിത്രം വരച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, ഈ അവസ്ഥയിൽ ഇസ്ലാമിനെ കുറിച്ച് വേദനിക്കുന്ന മുസ്ലിങ്ങൾ നിരാശപ്പെടരുത്. उलमा की അത്തരം സമയത്ത് മസീഹ് മഊദിന്റെയും മഹ്ദിയെ മഊദിന്റെയും ആഗമനം ഉണ്ടാകും. ये लोग आग लगाने वाले അദ്ദേഹം തന്റെ യജമാനന്റെയും നേതാവിന്റെയും പരിപൂർണ ദാസൻ എന്ന നിലയിൽ മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും बताया था ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ കൊണ്ട് ബോധവൽക്കരിക്കും. दर्द रखने वाले मुसलमान मायूस न हो ഇസ്ലാമിന്റെ ऐसे वक्त में മനോഹരവും പ്രകാശിതവുമായ അധ്യാപനങ്ങൾ കൊണ്ട് ലോകത്തെ പ്രകാശിതമാക്കും. വീണ്ടും अपने आका व मुता ഏക സമുദായമാക്കി മാറ്റും. कामिल गुलाम की हैसियत से എന്നാൽ मुसलमान ഞാൻ പറഞ്ഞതുപോലെ गैर मुस्लिमों को भी इस्लाम ഈ കാര്യത്തെയാണ് ഈ പണ്ഡിതന്മാർ നിഷേധിക്കുന്നത്. ജനങ്ങളെയും इस्लाम के खूबसूरत പൊതുമുസ്ലിങ്ങളെയും दुनिया को തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് और फिर से ഫസാദിന്റെ അവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. लेकिन जैसा कि ആളുകളുടെ വികാരം കൊണ്ട് കളിക്കുന്നു. അവരോട് കുഴപ്പം ഉണ്ടാക്കുന്നതിനു വേണ്ടി യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. എല്ലാ മുസ്ലിങ്ങളുടെയും വിശ്വാസം ഇതാണ്, ഇതിൽ
പരിപൂർണ വിശ്വാസം ഇല്ലാതെ फसाद की सूरत ഒരു മുസ്ലിമിനെയും മുസ്ലിം എന്ന് പറയാൻ സാധ്യമല്ല. അതായത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നബിയീൻ ആണ്. അങ്ങയിൽ ശരീഅത്ത് അവസാനിച്ചിരിക്കുന്നു. कि जिनका वजूद എന്നാൽ ഈ കുഴപ്പക്കാരായ മൗലവിമാർ ये अकीदा है പൊതുജനങ്ങളുടെ വികാരത്തെ ഈ കാര്യം കൊണ്ട് പ്രകോപിപ്പിക്കുന്നു. അഹ്മദികൾ ഖത്തമുൻ നുബുവത്തിന്റെ അഖീദയിൽ വിശ്വസിക്കുന്നവരല്ല. ഇതിൽ ഇന്നാലില്ല എന്നു ചൊല്ലുകയും कामन ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ എന്ന് പറയുകയുമല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. मुसलमान के लाई അഹ്മദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഈ കാര്യത്തിൽ വിശ്വസിക്കാത്തവർ, അതായത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നബിയീൻ ആണ് എന്നതിൽ അയാൾ ഫാസിക്കും ഫാജിറും ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തും ആണ്. അഹ്മദിയ മുസ്ലിം ജമാഅത്തിന് അത്തരം വ്യക്തിയുമായി യാതൊരു ബന്ധവുമില്ല. अवामुन्नास के जज्बात എന്നാൽ ഈ കാര്യം തീർച്ചയായുമുണ്ട്. അഹ്മദികൾ ഖത്മെ നുബൂവത്തിന് സ്വയം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വ്യാഖ്യാനമാണ് നൽകുന്നത്. इस पर सवाए വിശുദ്ധ ഖുർആനിലും അള്ളാഹു വിവരിച്ചിരിക്കുന്നു. लानतुल्लाहि अलल काज़िबीन कहा जाए ഇനി ഒരു നബിയും വരികയില്ല റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിനും അവിടുന്ന് കൊണ്ടുവന്ന ശരീഅത്തിനും പുറത്തുനിന്ന്. हाँ हजरत सल्लल्लाहु अलैहि वसल्लम ഒരവസരത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, और दायरा इस्लाम അബൂബക്കർ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്, शख्स से कोई ताल्लुक नहीं। ഏതെങ്കിലും നബി നിയോഗിക്കപ്പെട്ടാൽ ഒഴികെ. हाँ ये बात जरूर है അവിടുന്ന് कि अहमदी നുബുവത്തിന്റെ മാർഗം അടച്ചുകളയുകയല്ല ചെയ്തത്. എന്നാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൃത്തത്തിൽ നിന്ന് പുറത്തുപോയിക്കൊണ്ട് ഒരു നബിയും വരികയില്ല. भी अल्लाह ताला ने बयान फरमाया है। ഒരു പുതിയ ശരീഅത്തും വരുന്നതല്ല. अब कोई नबी नहीं आ सकता നാം അഥവാ ഹസ്രത്ത് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലൈഹി ഇസ്ലാമിനെ नामी और आपकी മസീഹെ മഊദാണ് എന്നതുകൊണ്ട് നബിയായി വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിപൂർണ ദാസത്വത്തിലായിക്കൊണ്ടാണ് വിശ്വസിക്കുന്നത്. इस उम्मत में सबसे अफजल है ഇത് തന്നെയായിരുന്നു പൂർവകാല പണ്ഡിതന്മാരുടെയും അഭിപ്രായം. नबी मबूस हो। ഷാ വലിഉല്ല സാഹിബ് ദഹലവി आपने തന്റെ തഫ്ഹീമാത്തെ ഇലാഹിയയിൽ എഴുതുന്നു, लेकिन आप सल्लल्लाहु अलैहि वसल्लम के എന്നിൽ നബി അവസാനിപ്പിച്ചു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. അതിന്റെ അർത്ഥം ഇതല്ല. कोई नई शरीयत नहीं आ सकती। അല്ലാഹു സുബ്ഹാനഹു मोहम्मद कादियानी अलैहिस्सलातु वस्सलाम को मसीह और मेहदी होने की हैसियत से ശരീഅത്ത് നൽകിക്കൊണ്ട് അയക്കുന്ന ഒരാൾ വരും. सल्लल्लाहु अलैहि वसल्लम की कामिल गुलामी में റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളുടെ അർത്ഥം ഇതല്ല. അല്ലാഹു സുബ്ഹാനഹു ശരീഅത്ത് നൽകിക്കൊണ്ട് അയക്കുന്ന ഒരാൾ വരും. മറിച്ച് ഇതിന്റെ അർത്ഥം ഇതാണ്, ശരീഅത്തുമായി ഒരു നബിയും വരുന്നതല്ല, ഇത് കൂടാതെ വരാവുന്നതാണ്. അതുപോലെ തന്നെ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖാത്തമുൽ അംബിയ എന്ന് പറഞ്ഞുകൊള്ളുക, എന്നാൽ അങ്ങേക്ക് ശേഷം ഒരു നബിയും വരികയില്ല എന്ന് പറയരുത്. നാം അഥവാ ഹസ്രത്ത് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലൈഹി ഇസ്ലാമിനെ മസീഹെ മഊദ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നബിയുടെ സ്ഥാനം നൽകുന്നുണ്ട് എങ്കിൽ അത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിന്റെ ഫലമായിട്ടാണ്. अल्लाह सुब्हानहू ഉലമാക്കൾ के लिए ഇടയ്ക്കിടയ്ക്ക് പൊതുജനങ്ങളെ ये है कि कोई ऐसा नबी नहीं आएगा ഈ വികാരപരമായ കാര്യത്തിൽ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അഹ്മദികൾ അല്ലെങ്കിൽ അവർ പറയുന്നു കാദിയാനികൾ മിർസ ഗുലാം മുഹമ്മദ് അലൈഹിസ്സലാമിനെ നബിയായി വിശ്വസിക്കുന്നു. वसल्लम को അവരുടെ ഈ വാക്കുകൾ കേവലം ഫിത്നയല്ലാതെ മറ്റൊന്നും തന്നെയല്ല. പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഈ കാര്യത്തിൽ വലിയ അഭിമാനമുണ്ട്. അവര് मिर्जा गुलाम നിയമം പാസാക്കിയ ആ വർഷം 90 വർഷത്തെ പ്രശ്നം ഇപ്പോൾ അതിന് 120 വർഷത്തിലധികമായിരിക്കുന്നു. അത് ഖത്തമെ നുബുവത്തിന്റെ പ്രശ്നമായിരുന്നു. അതിനെ അവർ പരിഹരിച്ചിരിക്കുന്നു. ഈ കാര്യത്തിൽ പാകിസ്ഥാനിലെ ഉലമാവും ചില ഭരണകൂട വക്താക്കളും हसास बात ആളുകളുടെ വികാരത്തെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ അവസ്ഥ ഇതിനെക്കുറിച്ച് यानी റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം ചെയ്തതാണ്. इस्लाम को नबी मानते हैं പൊതുമുസ്ലിങ്ങൾ ഈ പണ്ഡിതന്മാരുടെ ഈ വാക്കുകൾ കേൾക്കുന്നതിന് പകരം ഈ കാര്യം നോക്കുക, उनकी बातें सिर्फ അവരിത് നോക്കേണ്ടതാണ്. सवाए फितना के कुछ नहीं। ഈ കാലഘട്ടം ഒരു പരിഷ്കർത്താവ് വരണം എന്നാഗ്രഹിക്കുന്നില്ലേ? हुकूमत पाकिस्तान को ये बड़ा फख्र है
ഏതൊരാളെ കുറിച്ചാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം നടത്തിയത്? जो कानून पास हुआ മുസ്ലിങ്ങളെ ഒരൊറ്റ ഉമ്മത്താക്കുന്നതിനു വേണ്ടി. തീർച്ചയായും खतरे ഈ കാലഘട്ടം അതാണ്. അള്ളാഹു തന്റെ വാഗ്ദാനം പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു. और इस बात पर पाकिस्तान റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം और बाज പൂർണ്ണമായും പൂർത്തിയായിരിക്കുന്നു. എന്നാൽ को लोगों के जज्बात को उभारते रहते हैं। ഈ പണ്ഡിതന്മാർ വിശ്വസിക്കുകയില്ല. കാരണം तो इनकी वो हालत ഇവരുടെ മിമ്പറും जिसकी आ हजरत ഇവരുടെ റൊട്ടിയും ഇവരുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടും. कोई फरमाई थी ഇവർ മുസ്ലിങ്ങളെയും പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കും. और आमतुल मुस्लिम പാകിസ്ഥാനിൽ ഞാൻ പറഞ്ഞതുപോലെ രാജ്യത്തിന്റെ നിയമവും ഇവർക്ക് തുറന്ന അവധി നൽകിയിരിക്കുന്നു. ये देखें और उनको ये അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അഹമ്മദികൾക്കെതിരിൽ उस बात को ഈ ആരോപണം കാരണം कि एक സമ്മേളനങ്ങളും ജാഥകളും ചീത്തവിളികളും നടത്തിക്കൊണ്ടിരിക്കുന്നു. और मुसलमानों को उम्मत वाहिदा बनाए। എന്നാൽ ഈ ദുർവൃത്തമായ രീതി ये जमाना है और अल्लाह ताला ഈ മൗലവിമാർക്ക് തന്നെയാണ് അലങ്കാരം. അവർക്കിത് ചെയ്യാൻ സാധിക്കും. हजरत सल्लल्लाहु अलैहि वसल्लम അഹമ്മദികൾക്ക് ഇത്തരത്തിലുള്ള ദുസ്വഭാവത്തെ നേരിടാൻ സാധ്യമല്ല. मुकम्मल और पूरी हो चुकी है, लेकिन റബീഉൽ അവ്വൽ 12 ബന്ധപ്പെട്ട് क्योंकि പ്രവാചക സംരക്ഷണത്തിന്റെയും ഖതമെ നുബുവത്തിന്റെയും പേരിൽ और इनकी जो പാകിസ്ഥാനിൽ वो इनके हाथ ഏതാനും ദിവസം മുമ്പ് 4 ദിവസം മുമ്പായിരുന്നു ये मुसलमानों को भी भड़का ദുൽമിയാലിൽ കുറ്റവാളികളും മൗലവിമാരും ഒരുമിച്ചുകൂടി ജാഥ ആരംഭിച്ചു. कहा അവിടെയുള്ള നമ്മുടെ മസ്ജിദിനെ ആക്രമിച്ചു. वो खुली छुट्टी देता है മസ്ജിദിന് അകത്ത് അഹമ്മദികൾ ഉണ്ടായിരുന്നു. अहमदियों के खिलाफ ആദ്യം അവരെ അകത്തേക്ക് വരാൻ അഹമ്മദികൾ അനുവദിച്ചില്ല. जलसे जुलूस വാതിലുകൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ പോലീസ് പറഞ്ഞതുകൊണ്ട് അഹമ്മദികൾ വാതിൽ തുറന്നപ്പോൾ പോലീസുകാർ ഈ കാര്യത്തിന് ജാമ്യം നിന്നതുകൊണ്ടാണ് വാതിൽ തുറന്നത്. അവർ പള്ളി സംരക്ഷിക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ പ്രകടനക്കാർ പള്ളിയിൽ പ്രവേശിച്ചു. പോലീസ് ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. यहूदियों का मुकाबला എന്നിട്ട് ഇവർ പള്ളിയിലെ സാധനങ്ങൾ പുറത്തിട്ട് കത്തിച്ചു. 12 रबीउल अव्वल के हवाले അങ്ങനെ അവർ തങ്ങളുടെ ഭാവനയിൽ ഇസ്ലാമിന് വലിയ നിലയിൽ സേവനം ചെയ്തു. और खत्म नबूवत के नाम पर ഏതായിരുന്നാലും पाकिस्तान में अब നാം चंद दिन पहले 4 നിയമത്തോട് കലഹിക്കേണ്ടതില്ല. നാം അങ്ങനെ കലഹിക്കാറും ഇല്ല. दुलमियाल में ഭൗതിക സാധനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിനൊരു വിലയും ഇല്ല. ശരിയാണ്, അവർ ഉണ്ടാക്കട്ടെ. पर हमारी वहाँ हमला എന്നാൽ നമ്മുടെ വിശ്വാസത്തിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പൂർണ്ണമായ നിലയിൽ വിശ്വസിക്കുന്നതിലും किया उन्होंने आने नहीं दिया, തൗഹീദിനെ बंद थे। തങ്ങളുടെ ഹൃദയത്തിൽ जब अहमदियों ने दरवाजे खोले और इस ज़माने രൂഢമൂലമാക്കുന്നതുമായി ബന്ധപ്പെട്ട് के वो मस्जिद की നാം നമ്മുടെ ജീവൻ ത്യജിക്കും. എന്നാൽ उस वक्त ये बुलवाई ഇതിൽ നിന്നൊരിക്കലും തന്നെ നമ്മൾ പിന്മാറുകയില്ല. दाखिल हो गए। എന്നാൽ എല്ലായ്പ്പോഴും നാം ഈ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനുവേണ്ടി ത്യാഗവും ചെയ്തുകൊണ്ടിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന പ്രഖ്യാപനത്തിൽ നിന്ന് നമ്മൾ പിന്നോട്ടു പോവുകയില്ല. उन्होंने ഈ ആളുകൾ ആചാരപരമായ മീലാദ് ആഘോഷിക്കുന്നു. ആ ആചാരത്തിന്റെ ഭാഗമായി ഒരുമിക്കുന്നു, പ്രസംഗങ്ങൾ നടത്തുന്നു. हर ഇവരുടെ പ്രസംഗങ്ങൾ പാകിസ്ഥാനിൽ അധികവും അഹമ്മദികളെ ചീത്ത വിളിക്കുക എന്നല്ലാതെ മറ്റൊന്നുമായിരിക്കുകയില്ല. मादी चीजों का सवाल है। हमें താൽക്കാലികമായി അവർ ठीक है, ഒരാവേശമുണ്ടാക്കുന്നു, ചീത്ത വിളിച്ചുകൊണ്ട്. अपने अकीदे എന്നിട്ട് और आ हजरत ഇവർ മനസ്സിലാക്കുന്നത് അവർ ഇസ്ലാമിന്റെ വലിയ സേവനം ചെയ്തു എന്നാണ്. എന്നാൽ യഥാർത്ഥ സേവനത്തിന്റെ ഉത്തരവാദിത്വം അഹമ്മദിയ ജമാഅത്ത് को अपने दिलों में ഒന്നാമതായി जहाँ तक सवाल ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം വാദം ഉന്നയിച്ചപ്പോൾ ഏറ്റെടുത്തു. लेकिन इससे हटने वाले नहीं। അവിടുന്ന് ഇതാണ് പറഞ്ഞത്, हम यही कहते ഞാൻ തൗഹീദും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിമാനവും സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. हैं कि എന്നിലൂടെ ഇസ്ലാമിന്റെ പുനരുജ്ജീവനം നടക്കും. ये लोग പിന്നീട് तो रस्मी मिलाद मनाते हैं, ഖിലാഫത്തെ സാനിയയിൽ होते हैं तकरीर ഒരു സമയത്ത് और तकरीर റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ पाकिस्तान में അമുസ്ലിങ്ങൾ अहमदियों को गालियां देने की और कुछ പത്രങ്ങളിലും ഗ്രന്ഥങ്ങളിലും ചീത്ത വിളി നടത്തിയപ്പോൾ वक्ती तौर पर അങ്ങേയറ്റം മോശമായ വാക്കുകൾ मुगलजात बक മത്സരിച്ചുകൊണ്ട് समझते हैं कि इससे इन्होंने എഴുതാൻ തുടങ്ങിയപ്പോൾ बहुत बड़ी खिदमत कर ली। അന്ന് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി വലിയ തോതിൽ ഇന്ത്യയിൽ സീറത്ത് കോൺഫറൻസുകൾ സംഘടിപ്പിച്ചു. അഹമ്മദികളും उठाया था
അഹമ്മദികളോടും അനഹമ്മദികളോടും മുസ്ലിങ്ങളോടും എല്ലാവരോടും കൂടി പറഞ്ഞു. ഈ സമയം അഭിപ്രായ ഭിന്നതകൾ മറന്നുകൊണ്ട് ഒരുമിച്ചുകൂടി ഒന്നിച്ചു നിന്ന് റസൂൽ തിരുമേനിക്കും ഇസ്ലാമിനും വേണ്ടി പ്രതിരോധം സൃഷ്ടിക്കുക. വിശാലമായ നിലയിൽ അവിടുന്ന് ഈ കോൺഫറൻസിന് തുടക്കം കുറിച്ചു. എന്നല്ല, അവിടുന്ന് അമുസ്ലിങ്ങളെയും ക്ഷണിച്ചു. അതായത് സത്പ്രകൃതക്കാരായ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായ നിലയിൽ വിശ്വസിക്കുകയും അങ്ങയുടെ അഭിമാനത്തിനും നാമൂസിനും സംരക്ഷണം നൽകുകയും ചെയ്യുക എന്നത്. എന്നാൽ ഹദ്റത്ത് മുസ്ലിം മൗദൂദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദാര്യം മുഴുവൻ ലോകത്തിന്റെയും മേലും ഉണ്ട്. അവിടുന്ന് റഹ്മത്തുൽ ആലമീനാണ്. അതുകൊണ്ട് നല്ലവരായ അമുസ്ലിങ്ങളും അങ്ങയുടെ ജീവിതം വിവരിക്കട്ടെ. അങ്ങനെ ഒരുപാട് അമുസ്ലിങ്ങൾ, വിദ്യാസമ്പന്നരായ ആളുകൾ, അതിൽ ഹിന്ദുക്കളും ഉണ്ടായിരുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കുറിച്ച് തങ്ങളുടെ പ്രബന്ധം അവതരിപ്പിച്ചു. കാദിയാനിൽ നടന്ന ആദ്യത്തെ ജൽസയിൽ 1928 ഹിന്ദു കവികളുടെ 2 പ്രകീർത്തന കവിതകളും ചൊല്ലി. മുഴുവൻ ഇന്ത്യയിലും ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ ആഹ്വാനപ്രകാരം ഞാൻ പറഞ്ഞതുപോലെ സീറത്ത് കോൺഫറൻസുകൾ നടന്നു. വീക്ഷണപരവും വിശ്വാസപരവുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും അന്നത്തെ അനഹ്മദികൾ, പണ്ഡിതന്മാരടക്കം ചിലർ ഈ പദ്ധതിയെ എതിർത്തു. എന്നാൽ ഒരുപാട് പേർ ഈ പദ്ധതിയെ, ഈ പരിശ്രമത്തെ വിജയിപ്പിച്ചു. അങ്ങനെ പത്രങ്ങൾ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി, വാർത്തകളും പ്രസിദ്ധീകരിച്ചു. ഒരു പത്രം മഷ്രിഖ് ഖൊറഗ്പൂർ 21 ജൂൺ 1928 എഴുതി, ഇന്ത്യയിൽ ഈ തീയതി എന്നും ജീവിച്ചിരിക്കും. കാരണം ഈ തീയതിയിൽ മഹാനായ ഈ ഇരുലോകത്തിന്റെയും യജമാനൻ, ഇരുലോകത്തിന്റെയും നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകീർത്തനം ഏതെങ്കിലും ഒക്കെ തരത്തിൽ മുസ്ലിങ്ങളുടെ എല്ലാ വിഭാഗക്കാരും ചെയ്തു. എല്ലാ നഗരങ്ങളിലും 1-ാം സ്ഥാനത്ത് തങ്ങളുടെ നഗരം എത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമം നടന്നു. ഏതെല്ലാം ആളുകളാണോ ഈ അവസരത്തിൽ കുഴപ്പമുണ്ടാക്കുന്നതിനും ഭിന്നിപ്പിനും വേണ്ടി പോസ്റ്റർ എഴുതിയത്, കുറച്ചുപേർ അത്തരക്കാരും ഉണ്ടായിരുന്നു. എതിർക്കുക എന്നത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. പ്രസംഗങ്ങൾ എഴുതി നമ്മുടെ പക്കലേക്ക് അയച്ചു, അതായത് പത്രക്കാരുടെ അടുത്തേക്ക്. അവർ വലിയ വിഡ്ഢികളാണ്. പത്രം എഴുതുന്ന ആൾ പറയുന്നു, അവർ വലിയ വിഡ്ഢികളാണ്, അവർക്ക് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് അറിയില്ല. നമ്മുടെ വിശ്വാസം ഇതാണ്: ഏതൊരാളാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൽ വിശ്വസിക്കുന്നത് അയാൾ മോക്ഷാർഹനാണ്. തുടർന്ന് എഴുതുന്നു, ഏതായിരുന്നാലും ജൂൺ 17 ജൽസയുടെ വിജയത്തിൽ ഞങ്ങൾ ഇമാം ജമാഅത്തെ അഹമ്മദിയ ജനാബ് മിർസ മഹ്മൂദ് അഹമ്മദിന് മുബാറക് ബാദി നൽകുന്നു. അഥവാ ഷിയാക്കളും സുന്നികളും അഹമ്മദികളും ഇതുപോലെ വർഷത്തിൽ അത് 3-4 തവണ ഒരു സ്ഥലത്ത് ഒരുമിച്ചു കൂടിയാൽ പിന്നീട് ഒരു ശക്തിക്കും ഇസ്ലാമിനെ ഈ രാജ്യത്ത് നേരിടാൻ സാധിക്കുകയില്ല. മറ്റൊരു പത്രം കൽക്കത്ത സുൽത്താൻ, കൽക്കത്തയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന സുൽത്താൻ എന്ന പത്രത്തിൽ എഴുതുന്നു, ജൂൺ 21 എഴുതുന്നു, ഇത് ബംഗാളി പത്രമാണ്. അഹമ്മദിയ ജമാഅത്ത് ജൂൺ 17 റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വിവരിക്കുന്നതിനു വേണ്ടി മുഴുവൻ ഇന്ത്യയിലും സമ്മേളനം സംഘടിപ്പിച്ചു. ഞങ്ങൾക്ക് അറിയിപ്പുകൾ ലഭിച്ചിരിക്കുന്നു. ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും സമ്മേളനം വിജയകരമായിരുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ കാര്യത്തിൽ അഹമ്മദികൾക്ക് അത്ര മഹത്തായ വിജയം ലഭിച്ചു. ഇതിനു മുമ്പ് അവർക്കൊരിക്കലും ഇത്ര വലിയ വിജയം ലഭിച്ചിട്ടില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അഹമ്മദിയ ജമാഅത്ത് ഓരോ ദിവസവും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്, ആളുകളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുന്നു. നാം സ്വയം ഈ ശക്തിയെ അംഗീകരിക്കുന്നു, അവരുടെ വിജയം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇത് അന്ന് അന്യരെഴുതിയ കാര്യമാണ്. പത്രക്കാർ അന്യർ കൂടെ നിൽക്കുകയും ചെയ്തു. കാരണം അത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിമാനത്തിന്റെ പ്രശ്നമായിരുന്നു. അഹമ്മദിയ ജമാഅത്തിന് ആരിൽ നിന്നും പ്രശംസാ വാക്കുകൾ നേടേണ്ട ആവശ്യമില്ല. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി
റളിയല്ലാഹു തആല അൻഹു ഈ പരിശ്രമം നടത്തിയത് ഇസ്ലാമിന്റെ ശത്രുക്കൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ പരിഹാസവും അപഹാസവും ചെയ്യുന്നവർ ഇത് അവർ മനസ്സിലാക്കണം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം എന്തായിരുന്നു? അതായത് ഈ കാര്യത്തിൽ മുസ്ലിങ്ങൾ ഒന്നാണ്. ഖാദിയാനിൽ ചില ഹിന്ദുക്കൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പ്രസംഗിച്ചു. അൽ ഫസൽ പ്രത്യേകിച്ച് ആ സമയത്ത് ഖാത്തമുൻ നബിയ്യീൻ പതിപ്പ് പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം അഹമ്മദി മുസ്ലിം ജമാഅത്ത് വ്യവസ്ഥാപിതമായ നിലയിൽ നബികീർത്തന യോഗം നടത്തുന്നു. അവിടുന്ന് മുമ്പ് 4 പോയിന്റുകൾ നൽകിയിരുന്നു. അതിൽ ഒന്നിതായിരുന്നു കേവലം റബിയുൽ അവ്വൽ 12-ന് പകരം മുഴുവൻ വർഷവും വിവിധ സമയങ്ങളിൽ സീറത്ത് സമ്മേളനങ്ങൾ നടക്കേണ്ടതാണ്. ഏതായിരുന്നാലും ഇപ്പോൾ ഇത് അഹമ്മദിയ ജമാഅത്തിന്റെ ചരിത്രമാണ്. ജൽസ നടക്കുന്നു. ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലോകത്തിലെ 200-ലധികം രാജ്യങ്ങളിൽ എവിടെയാണ് അഹമ്മദിയ ജമാഅത്ത് സ്ഥാപിതമായിരിക്കുന്നത് ഈ ജൽസ സംഘടിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് അഹമ്മദികൾ തന്നെയാണ് ഖാത്തമുൻ നുബുവത്തിന്റെ ശരിയായ ഗ്രാഹ്യമുള്ളവർ. എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയായ സ്ഥാനം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കും. അതിനുള്ള കാരണം നമുക്ക് ഈ കാലഘട്ടത്തിന്റെ ഇമാം മസീഹെ മഊദ് മഹ്ദി മഊദ് അലൈഹിസ്സലാം പറഞ്ഞു തരികയുണ്ടായി. അഥവാ അള്ളാഹുവിലേക്ക് എത്തണമെങ്കിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോന്തലെ പിടിക്കുക. അവിടുന്നാണ് ഇപ്പോൾ മോക്ഷത്തിനുള്ള മാർഗം, അല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അദ്ദേഹമുണ്ട് എങ്കിൽ എനിക്ക് എന്ത് സ്ഥാനമാണുള്ളത്? ഒരിക്കലും തന്റെ സ്ഥാനത്തെ അദ്ദേഹം മഹത്വപ്പെടുത്തി പറഞ്ഞിട്ടില്ല. എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മഹത്വത്തെ വിശദീകരിച്ചു. അതായത് നാം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖാത്തമുൻ നബിയീൻ എന്ന് വിശ്വസിക്കുന്നില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഒരു സ്ഥലത്ത് പറയുന്നു, ഇതുകൂടി ഓർത്തിരിക്കേണ്ടതാണ്, എന്നിലും എന്റെ ജമാഅത്തിന്റെ മേലും ഈ ആരോപണം ഉന്നയിക്കുന്നു, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ഖാത്തമുൻ നബിയീൻ എന്ന് വിശ്വസിക്കുന്നില്ല. ഞങ്ങളുടെ മേലുള്ള വലിയ കുറ്റാരോപണമാണ്. ഞങ്ങൾ എത്രമാത്രം ശക്തിയോടും വിശ്വാസത്തോടും മഅരിഫത്തോടും ദീർഘദൃഷ്ടിയോടും കൂടിയാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാത്തമുൽ അംബിയ ആയതിൽ വിശ്വസിക്കുന്നത്, അതിന്റെ ലക്ഷ്യത്തിൽ ഒരു ഭാഗം പോലും മറ്റുള്ളവർ വിശ്വസിക്കുന്നില്ല. ഖാത്തമുൽ അംബിയായുടെ ഖത്തമേ നുബുവത്തിലുള്ള യാഥാർത്ഥ്യവും രഹസ്യവും മനസ്സിലാക്കാനുള്ള കഴിവ് തന്നെ അവർക്കില്ല. അവർ കേവലം പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് ഒരു വാക്ക് കേട്ടിരിക്കുകയാണ്, എന്നാൽ അതിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് അജ്ഞരാണ്. അവർക്ക് അതറിയുകയില്ല ഖത്തമേ നുബുവത്ത് എന്താണ് എന്ന്, അതിൽ വിശ്വസിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്ന്. എന്നാൽ നാം പൂർണ്ണമായ ആത്മീയ ദൃഷ്ടിയോടുകൂടി അത് അള്ളാഹുവിന് നല്ല പോലെ അറിയാം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖാത്തമുൽ അംബിയായി വിശ്വസിക്കുന്നു. അള്ളാഹു നമ്മുടെ മേൽ ഖത്തമുൻ നുബുവത്തിന്റെ യാഥാർത്ഥ്യം ഈ വിധത്തിൽ തുറന്നിരിക്കുന്നു. ഈ ആത്മീയ ജ്ഞാനത്തിന്റെ നമുക്ക് കുടിപ്പിച്ചിരിക്കുന്ന ശർബത്ത്, അത് ഒരു പ്രത്യേക അനുഭൂതിയുണ്ട്. അതിനെ ആർക്കും തന്നെ മനസ്സിലാക്കാൻ സാധ്യമല്ല, എന്നാൽ ഈ അരുവിയിൽ നിന്ന് കുടിച്ചവർക്കൊഴികെ. നമ്മെ ഖത്തമുൻ നുബുവത്തിന്റെ നിഷേധികളായി മനസ്സിലാക്കുന്നവർ അവർ സ്വയം അന്ധന്മാരാണ്. അവരുടെ ഹൃദയം ശൂന്യമാണ്. കേവലം മുദ്രാവാക്യവും വിളിയും ഫിത്നയും ഫസാദും ഒഴികെ അവരുടെ പക്കൽ മറ്റൊന്നും തന്നെയില്ല. അവരുടെ കയ്യിൽ മറ്റെന്താണ് ഉള്ളത്? ഇസ്ലാമിന്റെ സന്ദേശം അഹമ്മദിയ ജമാഅത്ത് ലോകത്ത് വ്യാപിപ്പിക്കുന്നത് അതിനുള്ള മതിയായ തെളിവല്ലേ? ഹദ്റത്ത് ഖാത്തമുൽ അംബിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിനു വേണ്ടി ചോദിച്ച ദുആകളിൽ നിന്ന് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്ത് മാത്രം ഭാഗം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു.
एक खास വീണ്ടും ഖത്മെ നുബുവത്തിന്റെ യാഥാർത്ഥ്യം വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് അഖ്ദസ് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നമുക്ക് അല്ലാഹു ആ നബിയെ നൽകിയിരിക്കുന്നു. അവിടുന്ന് ഖാത്തമുൽ മുഅ്മിനീനും ഖാത്തമുൽ ആരിഫീനും ഖാത്തമുൻ നബിയ്യീനും ആണ്. और उनके दिल അതുപോലെ തന്നെ അങ്ങയിൽ ഇറക്കിയിരിക്കുന്ന ഗ്രന്ഥം അത് ജാമിഉൽ കുത്തുബും ഖാത്തമുൽ കുത്തുബും ആണ്. फोड़ के റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നബിയ്യീൻ ആണ്. पैगाम റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നുബുവത്ത് അവസാനിച്ചിരിക്കുന്നു. എന്നാൽ ആ നുബുവത്ത് ഏതുവരെ ഒരാളെ कि हजरत കഴുത്തറുത്തു കൊല്ലുന്നുവോ അതുപോലെ അവസാനിപ്പിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള അവസാനിപ്പിക്കൽ की അഭിമാനാർഹമായ ഒന്നല്ല. മറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് ഖതം ആയി എന്നതിന്റെ ഉദ്ദേശം ഇതാണ്. പ്രകൃതിപരമായി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നുബുവത്തിന്റെ ശ്രേഷ്ഠതകൾ അവസാനിച്ചു. फरमाते हुए അതായത് तख्तस मसीह मौद ആ എല്ലാ ശ്രേഷ്ഠതകളും कि हमें ആദം മുതൽ മസീഹ് ബിൻ മറിയം വരെ നബിമാർക്ക് നൽകപ്പെട്ടത് ഒരാൾക്കൊന്ന് ഒരാൾക്ക് മറ്റൊന്ന് എല്ലാം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സമ്മേളിക്കപ്പെട്ടു. खातमुन नबी അങ്ങനെ അവിടുന്ന് പ്രകൃതിപരമായി ഖാത്തമുൻ നബീനായി. അതുപോലെ തന്നെ അധ്യാപനങ്ങൾ വിശാലമായതും ആത്മീയ ജ്ഞാനങ്ങൾ നിറഞ്ഞതും വിവിധ ഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെട്ടത് അത് വിശുദ്ധ ഖുർആനിൽ വന്ന് അവസാനിച്ചു. വിശുദ്ധ ഖുർആൻ ഖാത്തമുൽ കുത്തുബായി. तो ये नबूवत इस तरह വീണ്ടും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനവും മാനവും വിവരിച്ചുകൊണ്ട് ജീവനുള്ള റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർക്ക് ജീവനുള്ള റസൂൽ മുഴുവൻ മനുഷ്യർക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹദരത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബനി ഇസ്രായേലിലെ ബാക്കിയുള്ള യഹൂദികളോ മസീഹിനെ ദൈവമായി വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളോ ആരെങ്കിലും ഉണ്ടോ ഈ അടയാളത്തിൽ എന്നെ നേരിടാനായി? ഉണ്ടോ? ഞാൻ ഉറക്കെ വിളിച്ചു പറയണ ആരും തന്നെയില്ല, ഒരാളും ഇല്ല. അയാൾ ഇത് നമ്മുടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നതുകൊണ്ടുള്ള അത്ഭുത ദൃഷ്ടാന്തമാണ്. खातमुन नबी കാരണം ഇത് സർവാംഗീകൃതമായ കാര്യമാണ്. പിന്തുടരപ്പെട്ട നബിയുടെ ദൃഷ്ടാന്തങ്ങൾ जो मुख्तलिफ किताबों में चले आते हैं वो कुरान ആ നബിയുടെ ദൃഷ്ടാന്തങ്ങളാണ്. ഏതൊരാളെയാണോ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു അനുധാവകന്റെ കൈകൾ കൊണ്ട് സംഭവിച്ചത്. वसल्लम के അതുകൊണ്ട് ഏതെല്ലാം അത്ഭുത ദൃഷ്ടാന്തങ്ങൾ എനിക്ക് നൽകിയിരിക്കുന്നുവോ, പ്രവചനങ്ങളിലൂടെ ഏതെല്ലാം മഹത്തായ അടയാളങ്ങൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നുവോ, അത് യഥാർത്ഥത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനുള്ള മുഅ്ജിസത്തുകളാണ്. ഒരു നബിമാരുടെയും അനുധാവകന് ഈ അഭിമാനമില്ല. അയാൾ ഇപ്രകാരം ക്ഷണിച്ചുകൊണ്ട് പ്രകടിപ്പിക്കാൻ അയാളും തന്റെ ഉള്ളിലെ തന്റെ നേതാവിനെ പിന്തുടർന്നത് കാരണം അദ്ദേഹത്തിന്റെ വിശുദ്ധീകരിക്കാനുള്ള ശക്തി കൊണ്ട് അത്ഭുതകരമായ ദൃഷ്ടാന്തം കാണിക്കുക. ഈ അഭിമാനം കേവലം ഇസ്ലാമിന് മാത്രമാണ്. ഇതിൽ നിന്ന് അറിയാൻ സാധിക്കുന്നു ജീവനുള്ള റസൂൽ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി കേവലം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അങ്ങയുടെ വിശുദ്ധമായ ആത്മാവിനാലും ശുദ്ധീകരിക്കുവാനുള്ള ശക്തി കൊണ്ടും എല്ലാ കാലഘട്ടത്തിലും ഒരു ദൈവീക മനുഷ്യൻ ദൈവാസ്തികത്തിനുള്ള തെളിവുകൾ നൽകുന്നു. വീണ്ടും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനവും മാനവും पेशगोइयों का अजीमुशान निशान मुझे अता हुआ है। ये दरअसल അങ്ങയുടെ എളിമയും വിനയവും അള്ളാഹുവിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി और किसी दूसरे नबी അങ്ങേക്കുള്ള സ്നേഹത്തിൽ വിലയം പ്രാപിക്കേണ്ടതിനെ കുറിച്ച് അള്ളാഹുവിന്റെ നിർദ്ദേശത്തെ പരാമർശിച്ചുകൊണ്ട് ഹദരത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഹദീസിൽ വന്നിരിക്കുന്നു, അഥവാ ഫസൽ ഇല്ല എങ്കിൽ മോക്ഷം ലഭിക്കുകയില്ല. അതായത് അള്ളാഹുവിന്റെ ഫളിൽ കൊണ്ടാണ് മോക്ഷം ഉണ്ടാവുക. അതുപോലെ തന്നെ ഹദീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നു, ഹദരത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, के अनफास से तैयब യാ ഹസ്രത്ത്, അങ്ങയുടെ അവസ്ഥയും ഇത് തന്നെയാണോ? അതായത് താങ്കൾ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹമില്ല എങ്കിൽ മോക്ഷം ഉണ്ടാവുകയില്ല. താങ്കളും ഇതുപോലെ തന്നെയാണോ? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ കൈവച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ. അവിടുന്ന് പറഞ്ഞു, ഇത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിന്റെ പരിപൂർണതയുടെ പ്രകടനമാണ്. आपकी मोहब्बत में അത് അള്ളാഹുവിന്റെ പരിപാലനത്വത്തെ ആകർഷിക്കുന്നതായിരുന്നു. പിന്നീട് തന്റെ കാര്യം വിവരിക്കുന്നു, നാം സ്വയം शहादत का जिक्र करते हुए അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം പരീക്ഷിച്ചിട്ടുണ്ട് इसमें आया है എന്നല്ല എല്ലായ്പ്പോഴും കാണുന്നു. എപ്പോഴാണോ വിനയത്തിന്റെയും എളിമയുടെയും അവസ്ഥ പാരമ്യതയിലെത്തുന്നത്, നമ്മുടെ ആത്മാവ് ഈ ദാസത്വത്തിലും വിനയത്തിലും ऐसा ही हदीस से मालूम होता है कि हज़रत आयशा ഒഴുകിപ്പോകുന്നു. സർവവും നൽകിയ അള്ളാഹുവിന്റെ സമക്ഷത്തിലെത്തുമ്പോൾ മുകളിൽ നിന്ന് ഒരു നൂറും ഒരു പ്രകാശവും ഇറങ്ങുന്നു.
ഒരു അരുവിയിലൂടെ ശുദ്ധമായ വെള്ളം മറ്റൊരു അരുവിയിലേക്ക് എത്തുന്നത് പോലെ തോന്നുന്നു. फरमाया कि फजल का फजल റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ ഏതുപോലെ മറ്റു സ്ഥലങ്ങളിൽ വിനയത്തിലും എളിമയിലും പരിപൂർണമായ നിലയെത്തിരുന്നത് കാരണം കാണാൻ സാധിക്കുന്നുവോ, हैं ये आप അവിടെ അറിയാൻ കഴിയുന്നു. അവിടുന്ന് അത്ര നേരം ആ സ്ഥാനത്ത് പരിശുദ്ധ ആത്മാവിനാൽ പ്രകാശിതനാണ്. ഏതുപോലെ हमने खुद നമ്മുടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മ പ്രവർത്തന രൂപത്തിൽ കാണിച്ചുവോ, ഏതുവരെ എന്നാൽ അങ്ങയുടെ പ്രകാശത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും വൃത്തം ഇത്രമാത്രം വിശാലമാണ്. മനുഷ്യൻ की हालत ഉള്ളിടത്തോളം കാലത്തേക്ക് ഇതിന്റെ മാതൃകയും പ്രതിബിംബവും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങുന്നതെല്ലാം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ एक रोशनी और नूर അനുസരണം കൊണ്ടും അനുധാവനം കൊണ്ടുമാണ് ലഭിക്കുന്നത്. പറയുന്നു, ഞാൻ സത്യമായും പറയുന്നു, യഥാർത്ഥ നന്മ ചെയ്യുന്ന ഒരാൾക്കും അള്ളാഹുവിന്റെ തൃപ്തിയെ പ്രാപിക്കുന്ന ആളായി മാറാൻ സാധിക്കുകയില്ല. ഈ അനുഗ്രഹങ്ങളിൽ നിന്നും പാരിതോഷികങ്ങളിൽ നിന്നും ആത്മീയ ജ്ഞാനത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിൽ നിന്നും वहाँ मालूम होता കശ്ഫുകളിൽ നിന്നും പ്രയോജനമെടുക്കാൻ സാധിക്കുകയില്ല. ഏതൊന്നാണോ ഉത്തമമായ നഫ്സിന്റെ വിശദീകരണം മുഖേന ലഭിക്കുന്നത്, ഏതുവരെ അയാൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുധാവനത്തിൽ മുഴുകുന്നില്ലയോ, അതിനുള്ള തെളിവ് സ്വയം അള്ളാഹുവിന്റെ വചനത്തിൽ നിന്ന് ലഭിക്കുന്നു. അള്ളാഹു ശുദ്ധ ഖുർആനിൽ പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. അഥവാ അള്ളാഹുവിന്റെ സ്നേഹം ആഗ്രഹിക്കുന്നുവെങ്കിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് പറയിപ്പിച്ചു, അങ്ങേ പിൻപറ്റുക, അങ്ങനെയെങ്കിൽ അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കും. വീണ്ടും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും ഇറക്കാനുള്ള ഉദ്ദേശം വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഞാൻ പല പ്രാവശ്യം ഇതിനു മുമ്പും വിവരിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഇത് വിവരിക്കുന്നത് പ്രയോജനം ഇല്ലാത്ത ഒന്നല്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു, അള്ളാഹു പ്രവാചകന്മാരെ അയക്കുന്ന അവസരം അവർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിന്റെ ഹിദായത്തിനായി അയക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ അവതരിച്ചു. അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയും എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചതുകൊണ്ടും അള്ളാഹുവിന്റെ ഒരു ലക്ഷ്യവും ഉദ്ദേശവും ഇല്ല എന്ന് ചിന്തിക്കുന്നത് അങ്ങേയറ്റത്തെ മര്യാദകേടും ബഹുമാനമില്ലായ്മയുമാണ്. കാരണം ഇതിൽ മആസല്ലാ അള്ളാഹുവിലേക്ക് ഒരു പ്രവൃത്തി നിരർത്ഥകമായി കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിലേക്ക് അനാവശ്യമായ കാര്യം കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവന്റെ അസ്തിത്വം പരിശുദ്ധമാണ്. സുബ്ഹാനഹു വ തആല ശഅനഹു. ഓർത്തുകൊള്ളുക, വിശുദ്ധ ഗ്രന്ഥം അയക്കുന്നതും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗം കൊണ്ടും അള്ളാഹു ആഗ്രഹിക്കുന്ന ഇതാണ്, ലോകത്തിനുമേൽ മഹത്തായ കാരുണ്യത്തിന്റെ മാതൃക കാണിക്കുക. ഇതുപോലെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കാനുള്ള ഉദ്ദേശമായി പറഞ്ഞു, ഹുദല്ലിൽ മുത്തഖീൻ. ഇത് അത്തരത്തിലുള്ള മഹത്തായ ഉദ്ദേശങ്ങളാണ്. ഇതിന് തുല്യമായി മറ്റൊന്ന് കാണിക്കാൻ സാധ്യമല്ല. വീണ്ടും വിശുദ്ധ ഖുർആന്റെ ഉന്നത മഹാത്മ്യം വിവരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ വിവിധ ഗ്രന്ഥങ്ങളിലെ എല്ലാ ശ്രേഷ്ഠതകളും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. കേവലം ഒരു കഥ എന്ന നിലയിലല്ല, മറിച്ച് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തിക്കാനുള്ളത് എന്നതുകൊണ്ട് അവിടുന്ന് പറയുന്നു, അള്ളാഹു ആഗ്രഹിക്കുന്നു. അതുപോലെ പ്രവാചകന്മാരിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ വിവിധങ്ങളായ ശ്രേഷ്ഠതകളും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്തിത്വത്തിൽ സമ്മേളിച്ചിരിക്കുന്നു. അതുപോലെ എല്ലാവിധത്തിലുള്ള ശ്രേഷ്ഠതകളും മഹത്വവും ഏതൊന്നാണോ വിവിധ ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് അത് വിശുദ്ധ ഖുർആനിൽ സമ്മേളിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഏതൊരു ശ്രേഷ്ഠതകളാണോ വിവിധ ഉമ്മത്തുകളിൽ ഉണ്ടായിട്ടുള്ളത് അത് ഈ ഉമ്മത്തിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. അള്ളാഹു ആഗ്രഹിക്കുന്നത് നാം ഈ ശ്രേഷ്ഠതകൾ പ്രാപിക്കണമെന്നാണ്. ഈ ഒരു കാര്യം വിസ്മരിക്കരുത്. അവൻ ഏതു പ്രകാരമാണോ ആ മഹത്തായ ശ്രേഷ്ഠതകൾ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് അതിന് തുല്യമായി അവൻ നമുക്ക് ശക്തിയും നൽകിയിരിക്കുന്നു. കാരണം അതിൽ തുല്യമായ ശക്തി നൽകിയില്ല എങ്കിൽ നമുക്ക് ആ ശ്രേഷ്ഠതകൾ ഒരു വിധത്തിലും ഒരു തരത്തിലും പ്രാപിക്കാൻ സാധിക്കുകയില്ല. അതിന്റെ ഉദാഹരണം ഇപ്രകാരമാണ്. ഏതുപോലെ ഒരാൾ ഒരു കൂട്ടം ആളുകളെ ക്ഷണിക്കുകയാണ് എങ്കിൽ ആ ആളുകൾക്ക് അനുസരിച്ച് ഭക്ഷണവും തയ്യാറാക്കേണ്ടത് അനിവാര്യമാണ്. അത്രത്തോളമുള്ള ഒരു കെട്ടിടവും ഉണ്ടായിരിക്കണം. അതായത് സൽക്കാരത്തിനുള്ള സ്ഥലവും വേണം. ക്ഷണം 1000 പേർക്ക് നൽകുകയും അവർക്ക് ഇരിക്കുന്നതിനു വേണ്ടി ഒരു ചെറിയ കൂര ഉണ്ടാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല. 1000 ആളുകളെ ക്ഷണിക്കുകയും സ്ഥലം കുറച്ചു മാത്രം വെക്കുകയും ചെയ്യുക എന്നത് ഒരിക്കലും സാധ്യമല്ല. മറിച്ച് അയാൾ എണ്ണത്തെ പൂർണ്ണമായും പരിഗണിക്കുകയും അവർക്ക് ഇരിക്കുന്നതിനുള്ള സ്ഥലവും അത്രത്തോളം തന്നെ വെക്കേണ്ടതായി വരും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഗ്രന്ഥവും ഒരു ക്ഷണം
സൽക്കാരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഒരു ക്ഷണവും സൽക്കാരവുമാണ്. അത് മുഴുവൻ ലോകത്തെയും ക്ഷണിച്ചിരിക്കുന്നു. ശരീഅത്ത് മുഴുവൻ ലോകത്തിനും ആണ്. ഈ സൽക്കാരത്തിനായി അള്ളാഹു തയ്യാറാക്കിയിരിക്കുന്ന ഭവനം അത് മനുഷ്യന്റെ കഴിവുകളാണ്. മനുഷ്യൻ ഉള്ള ശക്തികളാണ് ഉണ്ടാക്കിയിരിക്കുന്ന കെട്ടിടം. ഇരിക്കുന്നതിന് വേണ്ടി ആർക്കാണ് മനുഷ്യന് വിശുദ്ധ ഖുർആന്റെ ഈ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നത്? അത് വളരെ പ്രയാസമാണ് എന്ന് പറയുന്നത് തെറ്റാണ്. അള്ളാഹു മനുഷ്യന് ആ ശക്തി നൽകിയിരിക്കുന്നു. അത് കർമ്മത്തിൽ കൊണ്ടുവരേണ്ടതായി വരും. വീണ്ടും അവിടുന്ന് പറയുന്നു, ഈ ഉമ്മത്തിൽ ഉള്ളവർക്ക് അത് നൽകപ്പെട്ടിരിക്കുന്നു. മുസ്ലിങ്ങളിൽ ആരാണോ പൂർണ്ണമായ നിലയിൽ തങ്ങളുടെ ഈമാനിൽ അടിയുറച്ചു നിൽക്കുന്നത് അവർക്ക് ഈ ശക്തി നൽകിയിരിക്കുന്നു. വീണ്ടും പറയുന്നു, ശക്തിയില്ലാതെ ഈ ഒരു ജോലിയും സാധ്യമല്ല. അവിടുന്ന് പറയുന്നു, അഥവാ കാളയുടെയോ പട്ടിയുടെയോ മറ്റേതെങ്കിലും മൃഗത്തിനു മുമ്പിലോ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ സമർപ്പിച്ചാൽ അവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കാരണം അവരിൽ അതിനുള്ള ശക്തിയില്ല വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി. എന്നാൽ അള്ളാഹു ആ ഒരു ശക്തി നമുക്ക് നൽകിയിരിക്കുന്നു. നമുക്ക് അതിൽ നിന്ന് പ്രയോജനമെടുക്കാൻ സാധിക്കും. അഥവാ മനുഷ്യൻ തന്നെ സ്വയം മൃഗമായി മനസ്സിലാക്കുന്നില്ല എങ്കിൽ അവർക്ക് കഴിവും ശക്തിയും ഇല്ല വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഒരു യഥാർത്ഥ മുസ്ലിമിനാണ് ആ ശക്തി നൽകിയിട്ടുണ്ട്. അതിനെ പിന്നീട് തെളിയിച്ചു കാണിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ജോലിയാണ്. വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി മുസ്ലിങ്ങളുടെ രീതി എന്താണ്? അവിടുന്ന് പ്രകാരം ഇസ്ലാമിന്റെയും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമാനം വെച്ച് കൊണ്ട് ഉപദേശിക്കുന്നു. ഈ കാര്യം വിവരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നു. അതിതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കാലഘട്ടത്തിനുള്ളിൽ ഇസ്ലാമിൽ ഉണ്ടായിരിക്കുന്ന ഫിത്ന അത് ദൂരീകരിക്കുന്നതിൽ കുറച്ച് ഭാഗവാക്കാവുക എന്നത് അനിവാര്യമാണ്. വലിയ ആരാധന ഇത് തന്നെയാണ്. ഈ ഫിത്നയെ ദൂരീകരിക്കാൻ എല്ലാ മുസ്ലിങ്ങളും എന്നെങ്കിലും അല്പം ഭാഗവാക്കാവുക. ഇപ്പോൾ വ്യാപിച്ചിരിക്കുന്ന തിന്മയുടെയും അഹങ്കാരവും നിങ്ങളുടെ പ്രസംഗം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും, അതായത് നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ ശക്തികൾ കൊണ്ടും ആത്മീയമായ പരിശ്രമം കൊണ്ടും ഈ കാര്യങ്ങളെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കുക. അഥവാ ലോകത്ത് തന്നെ ആർക്കെങ്കിലും സുഖവും അനുഭൂതിയും ലഭിച്ചുവെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം ഉണ്ടാകാനാണ്? ലോകത്ത് ഇന്ന സ്ഥാനം ലഭിച്ചുവെങ്കിൽ പിന്നെ എന്തുണ്ടാകാനാണ്? പരലോകത്തിന്റെ പ്രതിഫലം അതിന് പരിധിയില്ല. എല്ലാ മുസ്ലിങ്ങളും അള്ളാഹുവിന്റെ തൗഹീദിനും ഏകത്വത്തിനും വേണ്ടി അള്ളാഹുവിന് തന്റെ തൗഹീദിനു വേണ്ടിയുള്ള ആവേശം പോലുള്ള ആവേശം ഉണ്ടായിരിക്കേണ്ടതാണ്. ചിന്തിക്കുക, ലോകത്ത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലുള്ള ഒരു മർദ്ദിതനെ എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? ഒരു ചീത്തവിളിയും തെറിയും തന്നെ അങ്ങയുടെ നേർക്ക് തൊടുത്തുവിട്ടിട്ടില്ലാത്തതായി ഇല്ല. ഈ സമയം മുസ്ലിങ്ങൾ നിശബ്ദരായിരിക്കേണ്ട സമയമാണോ? അഥവാ ഈ സമയത്ത് ഒരാൾ എഴുന്നേൽക്കുന്നില്ല എങ്കിൽ, സത്യത്തിന് സാക്ഷ്യം നൽകി വ്യാജവാദിയുടെ വായടപ്പിക്കുന്നില്ല എങ്കിൽ നിഷേധികൾ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതനുസരിച്ച് ചിന്തിക്കുക, ലോകത്ത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പോലുള്ള ഒരു മർദ്ദിതനെ എവിടെയാണ് കാണാൻ സാധിക്കുക? ഒരു ചീത്തവിളിയും തെറിയും തന്നെ അങ്ങയുടെ നേർക്ക് തൊടുത്തുവിട്ടിട്ടില്ലാത്തതായി ഇല്ല. ഈ സമയം മുസ്ലിങ്ങൾ നിശബ്ദരായിരിക്കേണ്ട സമയമാണോ? അഥവാ ഈ സമയത്ത് ഒരാൾ എഴുന്നേൽക്കുന്നില്ല എങ്കിൽ, സത്യത്തിന്റെ സാക്ഷ്യം നൽകി വ്യാജവാദിയുടെ വായടക്കുന്നില്ല എങ്കിൽ, നിഷേധികൾ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ, ആളുകളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓർത്തുകൊള്ളുക, അയാൾ തീർച്ചയായും വലിയ ചോദ്യം ചെയ്യലിന് കീഴിലാണുള്ളത്. എത്രത്തോളം അറിവും പരിജ്ഞാനവുമാണോ ഉള്ളത് അത് ഈ മാർഗത്തിൽ ചിലവ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ദീനിനെ കുറിച്ച് എത്രത്തോളം അറിവാണോ ഉള്ളത് അത് ഈ മാർഗത്തിൽ ചിലവ് ചെയ്യുക. ആളുകളെ ഈ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. ഹദീസ് ഷരീഫിൽ നിന്ന് തെളിയുന്നത്, അഥവാ ദജ്ജാലിനെ നിങ്ങൾ കൊല്ലുന്നില്ല എങ്കിൽ പോലും അത് മരിച്ചുപോകും. ചൊല്ല് വളരെ പ്രസിദ്ധമാണ്. ഹർ കമാൽ റാസ്വാലെ 13-ാം നൂറ്റാണ്ട് മുതലാണ് ഈ ആപത്ത് തുടങ്ങിയത്. ഇനി ആ സമയം വളരെ സമീപത്താണ്. പിന്നീട് അതിന്റെ അവസാനമുണ്ടാകും. അതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളുടെയും നിർബന്ധ കടമയാണ്
नूर और रोशनी लोगों को പരമാവധി പരിശ്രമിച്ചുകൊണ്ട് दिखाने के लिए और फैलाने के लिए ആളുകൾക്ക് ഈ പ്രകാശവും വെളിച്ചവും കാണിച്ചു കൊടുക്കുക. ഈ പ്രകാശവും വെളിച്ചവും വ്യാപിപ്പിക്കുന്നതിനും കാണിക്കുന്നതിനും വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ചു. നമ്മൾ ഭാഗ്യവാന്മാരാണ്. നാം അങ്ങയുടെ ബൈഅത്തിൽ വന്നു. അതുകൊണ്ട് ഇനി ഈ മിഷനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് നമ്മുടെ ജോലിയാണ്. ഹസ്രത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ബറാഹീൻ അഹമ്മദിയായിൽ തന്റെ ഒരു ഇൽഹാമിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു, ഇൽഹാം ഇപ്രകാരമാണ്: സല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ സയ്യിദ് ഉൽദെ ആദമ വ ഖാതമൻ നബിയ്യീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമേലും നീ സലാത്ത് ചൊല്ലുക. അവിടുന്ന് ആദം സന്തതികളുടെ നേതാവാണ്, ഖാതമുൽ അംബിയാഉമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടുന്ന് പറയുന്നു, ഇത് ഈ കാര്യത്തിലേക്കുള്ള സൂചനയാണ്. എല്ലാ സ്ഥാനങ്ങളും ശ്രേഷ്ഠതകളും അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ലഭിക്കുക. അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ പ്രതിഫലമായിട്ടാണിത്. സുബ്ഹാനല്ലാഹ്. പ്രപഞ്ച നേതാവിന് സർവാധിനാഥനായ അള്ളാഹുവിന്റെ പക്കൽ എത്ര വലിയ സ്ഥാനമാണുള്ളത്, ഏതു വിധത്തിലുള്ള സാമീപ്യമാണുള്ളത്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവനായിത്തീരുന്നു. അദ്ദേഹത്തിന്റെ സേവകൻ ഒരു ലോകത്തിന്റെ സേവിക്കപ്പെടുന്നവനായിത്തീരുന്നു. തുടർന്ന് തന്റെ ഫാർസി കവിതയിൽ അവിടുന്ന് എഴുതുന്നു, ഹീച്ച് മെഹബൂബെ നുമാന്ത ഹം ജോ യാരെ ദിൽബറം മെഹ്റോമ ആരാ നീസ്ത് കദർ ദർ ദയാരെ ദിൽബറം ആഖുജാ റൂഹെ ഹം ജോ രവിഷ് ആബതാബ് വാക്കനു ബാഗെ കെ നീലെ ബഹാരെ ദിൽബറം. എന്റെ പ്രേമഭാജനം പോലെ ആരും തന്നെയില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് സൂര്യനും ചന്ദ്രനും ഒരു സ്ഥാനവുമില്ല. അതുപോലുള്ള പ്രസന്നവും മനോഹരവുമായ മുഖം എവിടെയാണുള്ളത്? എന്റെ പ്രേമഭാജനം പോലെ വസന്തം നിലകൊള്ളുന്ന പൂന്തോപ്പ് എവിടെയാണുള്ളത്? ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് സ്വലാത്ത് ഏത് ഉദ്ദേശത്തോടുകൂടിയാണ് ചൊല്ലേണ്ടത്? ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, സ്വലാത്ത് ഈ ഉദ്ദേശത്തോടുകൂടിയാണ് ചൊല്ലേണ്ടത്: അള്ളാഹു തന്റെ പരിപൂർണ അനുഗ്രഹങ്ങൾ തന്റെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇറക്കുകയും അദ്ദേഹത്തെ എല്ലാ ലോകത്തിലെയും അനുഗ്രഹങ്ങളുടെ നീരുറവാക്കുകയും അദ്ദേഹത്തിന്റെ മഹത്വവും പ്രഭാവവും പ്രൗഢിയും ഈ ലോകത്തും പരലോകത്തും പ്രകടമാക്കുകയും ചെയ്യട്ടെ. ഈ ദുആ പരിപൂർണ ഹൃദയത്തോടുകൂടിയായിരിക്കണം. ഏതുപോലെ തനിക്കുണ്ടാകുന്ന ഏതെങ്കിലും ആപത്ത് സമയത്ത് പൂർണ്ണ ഹൃദയത്തോടുകൂടി ദുആ ചെയ്യുന്നുവോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാന മഹാത്മ്യത്തിനു വേണ്ടി ദുആ ചെയ്യേണ്ടത് ഏതുപോലെയായിരിക്കണം? മനുഷ്യൻ തന്റെ ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ അകപ്പെട്ടതിനു ശേഷം ദുആ ചെയ്യുന്നത് എന്നല്ല, അതിനേക്കാൾ കൂടുതലായി ശ്രദ്ധയോടും യാചനയോടും കൂടി ദുആ ചെയ്യണം. അതിൽ തന്റേതായി ഒന്നും തന്നെ ഉണ്ടാകരുത്. പറയുന്നു, എനിക്ക് ഇതുമൂലം ഇന്ന പ്രതിഫലം ലഭിക്കും, ഇന്ന സ്ഥാനം ലഭിക്കും എന്ന ഒരു ചിന്തയും ഉണ്ടാകരുത്. മറിച്ച് കേവലം ഈ ഒരു ലക്ഷ്യം മാത്രമായിരിക്കണം. അള്ളാഹുവിന്റെ പരിപൂർണമായ അനുഗ്രഹങ്ങൾ ഹദ്റത്ത് റസൂലെ മക്ബൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇറങ്ങണം. അതിന്റെ പ്രഭാവം ഈ ലോകത്തും പരലോകത്തും വെട്ടിത്തിളങ്ങണം. ശത്രുക്കൾ നമ്മെ എന്തു തന്നെ വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ മേൽ എന്ത് ആരോപണം വേണമെങ്കിലും ഉന്നയിച്ചുകൊള്ളട്ടെ, നമ്മുടെ ഹൃദയങ്ങളിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഉണ്ട്. നമുക്ക് എല്ലാവരെക്കാളും കൂടുതലായി അങ്ങയുടെ ഖാതമുൻ നബിയീൻ ആണ് എന്നതിനെ കുറിച്ചുള്ള ഗ്രാഹ്യമുണ്ട്. ഇതെല്ലാം നമുക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയതാണ്. നാം ശത്രുക്കളുടെ എല്ലാ ആക്രമണങ്ങളും പീഡനങ്ങൾക്കും ശേഷം മുമ്പത്തേക്കാൾ ഉപരിയായി തങ്ങളുടെ ഈമാനിൽ മുന്നേറുന്നവരായി അള്ളാഹു മാറ്റട്ടെ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ മുമ്പത്തേക്കാൾ ഉപരിയായി സലാത്ത് ചൊല്ലുന്നവരായി മാറട്ടെ. മുസ്ലിങ്ങൾക്കും അങ്ങയുടെ ഈ സ്ഥാനത്തിന്റെ യഥാർത്ഥ ഗ്രാഹ്യം ഉണ്ടാകുമാറാകട്ടെ. ഈ വഴിതെറ്റിയ മുസ്ലിങ്ങളും ശരിയായ മാർഗത്തിൽ വരികയും ലോകത്തും ഇസ്ലാമിന്റെ മനോഹരമായ Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu
ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر